ഓരോ മതങ്ങൾക്കും വ്യത്യസ്തമായ ആചാര ചടങ്ങുകളാണുള്ളത്. ജനനം മുതൽ മരണം വരെ തൻ്റെ ജീവിതത്തിൻ്റെ ശൈലികളായാലും മതത്തിൻ്റെ ഘടനകളായാലും എല്ലാം അതേപോലെ തന്നെ അനുസരിച്ചു പോകുന്ന ആളുകൾ ഇന്നും ഒരുപാടുണ്ട്. കലാഭവൻ നവാസും കുടുംബവും അതേപോലുള്ള ഒരു കുടുംബം തന്നെയാണ്. നോമ്പുകാലത്തടക്കവും കൃത്യമായി തന്നെ എല്ലാ നോമ്പും എടുത്ത് വ്രതം അനുഷ്ഠിച്ച് ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു നവാസും നവാസിന്റെ കുടുംബവും. ആ മത ആചാരങ്ങളും മുറ തെറ്റാതെ തന്നെ നവാസിന്റെ മരണശേഷവും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കുടുംബത്തിലെ എല്ലാവരും. അങ്ങനെയൊരു ചടങ്ങാണ് ഇപ്പോൾ നവാസിന്റെ ഭാര്യ രഹന ചെയ്യുന്നത്. മറയിരിക്കൽ എന്നാണ് ഈ ചടങ്ങിന്റെ പേര്. മുസ്ലിം വനിതാ സംരക്ഷണ നിയമപ്രകാരം ഭർത്താവിന്റെ മരണശേഷം ഭാര്യ മറ്റാരെയും കാണാതെ മറയിരിക്കുന്നതിനെയാണ് മറയിരിക്കൽ ചടങ്ങ് എന്ന് പറയുന്നത്. വിവാഹമോചനശേഷവും ഭർത്താവിന്റെ മരണശേഷവും സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന ഒരു ചടങ്ങാണ് മറയിരിക്കൽ. ഏതാണ്ട് 4 മാസവും 10 ദിവസത്തോളമാണ് മറയിരിക്കൽ ചടങ്ങ് മുന്നോട്ട് പോവുക. ഇദ്ദ എന്നും ഇതിനെ പറയപ്പെടുന്നു. ഏതാണ്ട് 4 മാസവും 10 ദിവസത്തോളമാണ് ഇനി രഹന മറയിരിക്കൽ ചടങ്ങിന് ഇരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നവാസിന്റെ മറ്റു സുഹൃത്തുക്കളും താരങ്ങളും എല്ലാവരും തന്നെ വീട്ടിലോട്ട് വന്നപ്പോഴും രഹനയെ കാണാനും സംസാരിക്കാനും സാധിച്ചിട്ടില്ല. അതിനു കാരണം രഹന ഇദ്ദിയിരിക്കുകയാണ് എന്നും അതുകൊണ്ട് തന്നെയാണ് മറ്റാർക്കും രഹനയെ ഇപ്പോൾ കാണാൻ സാധിക്കാത്തത് എന്നുമാണ് നവാസിന്റെ സുഹൃത്ത് പങ്കുവച്ചതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കാലയളവിൽ പുറത്തുള്ള ആരുമായോ അവർ സംസാരിക്കുകയോ കാണാനോ ചെയ്യാനോ പാടില്ല. അതിനുശേഷം നവാസിന്റെ മരണശേഷം എത്തിയ സുഹൃത്തുക്കൾക്കും ഒന്നും തന്നെ രഹനയെ കാണാനും സാധിച്ചില്ല. എല്ലാവരെയും വേദനിപ്പിക്കുന്ന, എല്ലാവരെയും സങ്കടപ്പെടുത്തുന്ന, ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു നവാസിന്റെ മരണവാർത്ത. നവാസിന്റെ മരണവാർത്ത അറിഞ്ഞ എല്ലാവരും ഒരേപോലെ തന്നെ ഞെട്ടുകയായിരുന്നു. നവാസിന്റെ മക്കൾക്കും ഭാര്യയ്ക്കും വാപ്പാക്കും ഉമ്മാക്കുമെല്ലാം തന്നെ ഈ ഒരു വാർത്തയിൽ നിന്നും ഈ ഒരു ദുഃഖത്തിൽ നിന്നും ഇനി എന്ന് തിരികെ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും എന്ന കാര്യത്തിൽ ഇനിയും ഒരു ഉറപ്പില്ല. ഇപ്പോൾ ഒരു മരണവീടായതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ വലിയ രൂപത്തിലൊന്നും തന്നെ പ്രശ്നം തോന്നില്ല. എന്നാൽ എല്ലാം കഴിഞ്ഞ ശേഷം, എല്ലാ ചടങ്ങും അവസാനിച്ച ശേഷം ഓരോരുത്തരെ അവരുടെ വീട്ടിലേക്ക് മടങ്ങി പോകാൻ തോന്നും. അപ്പോഴാണ് വീട് ഒറ്റപ്പെട്ട പോലെ ഇരിക്കുക. നവാസ് ഇല്ലാതെ ആ ഒരു വീട് കാണാൻ സാധിക്കില്ല എന്നായിരുന്നു നവാസിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞതിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോഴായിരിക്കും നവാസിന്റെ ആ ഒരു ശൂന്യതയെ മറികടക്കാൻ വലിയൊരു ബുദ്ധിമുട്ടായി, വലിയൊരു പ്രയാസമായി മാറുക. ഭാര്യയും മക്കളും ഉമ്മയും സഹോദരിമാരും എല്ലാം കഴിഞ്ഞ ശേഷമേ നവാസിന് മറ്റെല്ലാവരും തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ബാപ്പയുടെ മരണശേഷം സഹോദരനെയാണ് ബാപ്പയുടെ സ്ഥാനത്ത് നവാസ് കണ്ടിരുന്നത്. അതെല്ലാം തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായി തന്നെ അറിയാനും സാധിക്കും. നവാസിന്റെ വിയോഗം വലിയ രൂപത്തിലുള്ള ഒരു ദുഃഖം തന്നെയാണ് സൃഷ്ടിച്ചെടുത്തത്. നവാസിന്റെ വലിയൊരു ശൂന്യത മറികടക്കാൻ ആ കുടുംബം എന്നും പ്രയാസപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.